SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. അത് ഈ സമൂഹം നിങ്ങൾക്ക് തരുന്ന ഒരു അംഗീകാരമാണ്. ലയൺസ് ക്ലബിൽ ഒരു മെമ്പർ ആകാൻ ഒരു അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊണ്ടുകൊടുത്ത് എനിക്കൊരു മെമ്പർ ആവണമെന്നൊരു മെമ്പർ ആവാൻ പറ്റില്ല. താങ്കൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ട് ഈ ക്ലബിലെ ഒരു മെമ്പർ താങ്കളുടെ പേര് മെമ്പർഷിപ്പ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യുകയും മെമ്പർഷിപ്പ് കമ്മിറ്റി താങ്കളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ ഈ പ്രസ്ഥാനത്തിനും ഈ ക്ലബിനും ഒരു മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ പേര് ഡയറക്ട് ബോർഡിൽ പ്രസന്റ് ചെയ്യും. ഈ ക്ലബിന്റെ ഡയറക്ട് ബോർഡ് യുനാനിമസ് ആയിട്ട് താങ്കളെ ഇതിലേക്ക് ഒരു മെമ്പറാക്കി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തതിനു ശേഷമാണ് താങ്കളെ ക്ഷണിക്കുന്നത് ക്ലബിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം താങ്കൾക്ക് തരുന്ന വലിയൊരു റെക്കഗ്നീഷനാണ് ലയൺസ് ക്ലബ് മെമ്പർഷിപ്പ്. ലയൺസ് മുൻ ഗവർണർ ജോർജ് ഡി ദാസ് ചടങ്ങിന് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി AP ജോൺസൺ, സെക്രട്ടറിയായി വിൽസൺ കുന്നംപിള്ളി, ട്രഷററായി നൈസിൽ യൂസഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് NA നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് നേതാക്കളായ CA ശങ്കരൻകുട്ടി, ഉത്തമൻ ചെറമ്മൽ, ഉണ്ണി വടക്കാഞ്ചേരി, PN ഗോകുലൻ, ഡോക്ടർ KC വർഗീസ്, ഡോക്ടർ PR നാരായണൻ, ജെയിൻ ചിറ്റിലപ്പിള്ളി, അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ്, അഡ്വക്കേറ്റ് EK മഹേഷ്, ടോബി ജോൺ, U കരുണാകരൻ, ഐസക് ജോൺ തുടങ്ങി ഒട്ടേറെ നേതാക്കളും മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ ഉൾപ്പെടെ ഒട്ടേറെ ലയൺസ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ആദ്യമായി നിങ്ങളെ അറിയിക്കട്ടെ, കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ ക്ലബിൽ മെമ്പറായിട്ട്. ഇതിനു മുൻപും പലരും എന്നോട് പ്രസിഡന്റ് ആവാൻ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വ്യക്തിപരമായ പല കാരണങ്ങളാൽ എനിക്കത് സാധിച്ചില്ല. ഇപ്രാവശ്യം നമ്മുടെ സീനിയർ ലയൺ ലീഡേഴ്സ് നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് ഈ ലഭിച്ച ഈ അംഗീകാരം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭംഗിയായി നിർവഹിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതുപോലെ ഈ പ്രസിഡന്റ് സ്ഥാനം 1 വർഷത്തേക്ക് മാത്രമാണ്. ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ PSCയുടെ ലക്ഷ്യം. BCB ന്യൂസ് വടക്കാഞ്ചേരി.